ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്ന ഘട്ടത്തിലാണ് കോൺഗ്രസിൻ്റെ ബാങ്ക് അക്കൗണ്ട് മരവിപ്പിക്കുകയും ബലമായി കോൺഗ്രസ് അക്കൗണ്ടിൽ നിന്ന് ഫ്രീസ് ചെയ്തതിന് പുറമേ ബലം പ്രയോഗിച്ച് കോൺഗ്രസ് അക്കൗണ്ടിൽ നിന്ന് 115 കോടി രൂപ വിഡ്രോ ചെയ്യുകയും ചെയ്തു. രാഷ്ട്രീയ പാർട്ടികൾക്കൊന്നും ഇൻകം ടാക്സ് കൊടുക്കേണ്ടതില്ല. BJPയും ഇൻകം ടാക്സ് കൊടുത്തിട്ടില്ല. എന്നാൽ ബാങ്ക് അക്കൗണ്ടിൽ നിന്ന് ഇൻകം ടാക്സിൻ്റെ പേരിലാണ് കുറച്ച് പണം അവർ വിഡ്രോ ചെയ്തത്. ഇത് വാസ്തവത്തിൽ ഈ ബാങ്ക് അക്കൗണ്ട് ഫ്രീസ് ചെയ്ത നടപടി ജനാധിപത്യത്തെ മരവിപ്പിച്ചതിന് തുല്യമായിട്ടുള്ള നടപടിയാണ്. ഇന്നലെ ഡൽഹിയിൽ കോൺഗ്രസ് പ്രസിഡന്റും മുൻ പ്രസിഡന്റുമാരായിട്ടുള്ള സോണിയാഗാന്ധിയും രാഹുൽ ഗാന്ധിയും ഈ ജനാധിപത്യ ധ്വംസനത്തിനെതിരായി ശക്തമായ പ്രതിഷേധം പ്രകടിപ്പിച്ചു. ഇന്ന് രാജ്യവ്യാപകമായി ഞങ്ങൾ പ്രതിഷേധ പ്രകടനം നടത്തുകയാണ്. അരവിന്ദ് കെജ്രിവാളിൻ്റെ അറസ്റ്റിനും കോൺഗ്രസ് ബാങ്ക് അക്കൗണ്ട് ഫ്രീസ് ചെയ്ത ഏകാധിപത്യ നടപടിക്കും എതിരായിട്ടാണ്. ബാങ്ക് അക്കൗണ്ടിൻ്റെ കാര്യം തിരഞ്ഞെടുപ്പ് സമയമാണ്. കോൺഗ്രസിൻ്റെ പ്രചരണ പ്രവർത്തനങ്ങൾ നടത്താൻ ഈ ബാങ്ക് അക്കൗണ്ട് ഫ്രീസ് ചെയ്തത് മൂലം പണമില്ലാത്ത അവസ്ഥയാണ്. രാഹുൽജി പറഞ്ഞു, നേതാക്കന്മാർക്ക് സഞ്ചരിക്കാൻ പോലും പണമില്ല. കോൺഗ്രസിൻ്റെയും പ്രചരണങ്ങൾ മുഴുവനും സ്തംഭിപ്പിക്കാൻ കോൺഗ്രസ്സിന് ഒരു തരത്തിലും തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് മൂവ് ചെയ്യാതിരിക്കാനുള്ള ബോധപൂർവമായിട്ടുള്ള ഒരു ഗൂഢാലോചനയാണ് ബാങ്ക് അക്കൗണ്ട് ഫ്രീസ് ചെയ്തതിലും കോൺഗ്രസിൻ്റെ ബാങ്ക് അക്കൗണ്ടിൽ നിന്ന് പണം ഇൻകം പിടിച്ചെടുത്തതിലൂടെ ഉണ്ടായിട്ടുള്ളത്. ഇതിനെതിരെ ഞങ്ങൾ ശക്തമായി KPCC ശക്തമായി പ്രതിഷേധിക്കുന്നു. ഇന്ത്യ ഒട്ടുക്കുള്ള ജനാധിപത്യ വിശ്വാസികൾ ഇതിനെതിരായി പ്രതിഷേധിക്കാൻ രംഗത്തേക്ക് വരും എന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുകയാണ്. സജീവ രാഷ്ട്രീയത്തിൽ നിന്ന് വിട്ടുനിൽക്കുന്ന സോണിയാഗാന്ധി പോലും ഇന്നലെ ആ പ്രസ് കോൺഫറൻസ് പങ്കെടുത്തുകൊണ്ട് പറഞ്ഞത്, ഇന്ത്യയുടെ ചരിത്രത്തിൽ ഇങ്ങനെയൊരു സംഭവം ജനാധിപത്യ തെരഞ്ഞെടുപ്പുകളുടെ കാലത്തുണ്ടായിട്ടില്ല. തെരഞ്ഞെടുപ്പ് നിഷ്പക്ഷവും നീതിപൂർവമാണ് നടത്തേണ്ടത്. പ്രധാന പ്രതിപക്ഷ കക്ഷിയായ കോൺഗ്രസിൻ്റെ ബാങ്ക് അക്കൗണ്ട് ഫ്രീസ് ചെയ്തു. അതേസമയം മറുചിത്രം എന്താ? ഇലക്ട്രൽ ബോണ്ടിലൂടെ കോടികൾ സമ്പാദിച്ച BJP ഈ തെരഞ്ഞെടുപ്പിന് കള്ളപ്പണം തെരഞ്ഞെടുപ്പിന് വേണ്ടി ഒഴുക്കിക്കൊണ്ടിരിക്കുകയാണ്. 6060 കോടി രൂപ ഇതുവരെ സുപ്രീം കോടതിയിൽ ഈ SBI വെളിപ്പെടുത്തിയതേ ഉള്ളൂ. പക്ഷേ ഇനിയും 90% അക്കൗണ്ടുകൾ വെളിപ്പെടുത്താനുണ്ട്. കോടികളാണ് അഴിമതി നടത്തി പിരിച്ചെടുത്ത പണം. അത് രാജ്യത്തെ തെരഞ്ഞെടുപ്പിലോ ആ കള്ളപ്പണം ഒഴുക്കുമ്പോൾ പ്രധാന പ്രതിപക്ഷ കക്ഷിയുടെ പ്രവർത്തനങ്ങൾ സ്തംഭിപ്പിക്കുന്ന രീതിയിൽ ഞങ്ങളുടെ ബാങ്ക് അക്കൗണ്ട് മരവിപ്പിക്കുക എന്ന് പറയുന്നത് വളരെ ഹീനമായ ഒരു സർക്കാരിൻ്റെ ജനാധിപത്യ നടപടിയാണ്. ഒരു പാർട്ടിക്കും ഇൻകം ടാക്സ് ഇല്ല. കോൺഗ്രസിൻ്റെ ഇൻകം ടാക്സ് പിടിച്ചെടുക്കുന്ന എന്തിനാ? BJP എത്ര പണം ഇൻകം ടാക്സ് അടച്ചിട്ടുണ്ട്? അപ്പം ഇതെല്ലാം രാഷ്ട്രീയ പ്രതികാരം പലതരത്തിലും പ്രകടിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. പക്ഷേ ഏറ്റവും ഒടുവിൽ ഈ ബാങ്ക് അക്കൗണ്ട് ഫ്രീസ് ചെയ്തതിലൂടെ കോൺഗ്രസിൻ്റെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളെ സ്തംഭിപ്പിച്ച് തെരഞ്ഞെടുപ്പിലെ ജനവിധി അട്ടിമറിക്കാൻ നോക്കുക. ഇന്നലെ രാത്രിയാണ് ഡൽഹി മുഖ്യമന്ത്രി കേജ്രിവാളിനെ ED അറസ്റ്റ് ചെയ്തത്. തികച്ചും ഏകാധിപത്യപരമായ നടപടിയല്ലേ ഇത്? നേരത്തെ ജാർഖണ്ഡ് മുഖ്യമന്ത്രി ഹേമന്ത് സോറനെ അറസ്റ്റ് ചെയ്തു. എന്തിനാണ് അദ്ദേഹത്തെ ഈ നാടകീയമായി അറസ്റ്റ് ചെയ്തത്? ജനാധിപത്യ വിരുദ്ധമായി ഒരു മുഖ്യമന്ത്രിയുടെ തടവിൽ വെച്ചുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പിനെ ആം ആദ്മി പാർട്ടിയെയും ഇന്ത്യ സഖ്യത്തെയും അതിൻ്റെ പ്രവർത്തനങ്ങളെ തകർക്കാനുള്ള ശ്രമമാണ്. ഇന്ന് കേജ്രിവാളിനെ അറസ്റ്റ് ചെയ്തതിൽ പ്രതിഷേധം രേഖപ്പെടുത്തിക്കൊണ്ട് കോൺഗ്രസും UDFും എല്ലാ ജില്ലാ ആസ്ഥാനങ്ങളിലും പ്രകടനം നടത്തുകയാണ്. ഏതാനും സമയത്തിനകം തിരുവനന്തപുരത്ത് ശ്രീ ശശി തരൂരിൻ്റെ നേതൃത്വത്തിൽ ജില്ലയിലെ കോൺഗ്രസ് UDF പ്രവർത്തകർ മ്യൂസിയം ജംഗ്ഷനിൽ നിന്ന് പ്രകടനം നടത്തുകയാണ്. എല്ലാ ജില്ലാ ആസ്ഥാനങ്ങളിലും പ്രകടനം നടത്തുക. സംസ്ഥാനം ഒട്ടുക്കുള്ള
കോൺഗ്രസ് UDF പ്രവർത്തകർ ഇതിൽ പ്രതിഷേധിച്ചുകൊണ്ട് ഇന്ന് പ്രതിഷേധ പ്രകടനങ്ങൾ നടത്തണം എന്ന് അവരോട് ആവശ്യപ്പെടുകയാണ്.